കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്പുരുവിനെ കുറിച്ച് സംസാരിച്ചു വന്നത്. ഇപ്രാവശ്യം നമുക്ക് ഹാർമോണിയത്തിലോട്ട് മാറാം. ഹാർമോണിയം എത്ര തരമുണ്ട്, ഏതെല്ലാം രൂപത്തിലുണ്ട്, അത് എന്തൊക്കെ ഉപയോഗമാണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം സിംഗിൾ റീഡ് ഹാർമോണിയം. ശരിക്കും ഹാർമോണിയം തുടങ്ങിയത് ജർമ്മൻ, പാരീസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന്. ജർമ്മനിയിലുള്ള റീഡായിരുന്നു ഏറ്റവും ടോപ്പായിട്ടുള്ള. ജർമ്മൻ ജൂബിലറ്റ്, സ്റ്റൈൽ പാരീസ്, STV പാരീസ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ലോക രാഷ്ട്രങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരുപാട് റീഡ്സ് ഉണ്ടായിരുന്നു. ആ റീഡ് ഉപയോഗിച്ചിട്ടുള്ള ഹാർമോണിയത്തിന് പ്രത്യേക നാദമാണ്. അന്നൊക്കെയുള്ള ഹാർമോണിയം എന്ന് പറയുന്നത് സ്റ്റോപ്പേഴ്സിൽ എഴുതിയേക്കും ക്ലാർനെറ്റ്, ഫ്ലൂട്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലാർനെറ്റും ഫ്ലൂട്ടും ഒന്നും അതിൽ കേൾക്കുന്നില്ല. അത് വലിച്ചു വെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ആശ്വാസമാണ്. ക്ലാർനെറ്റ് ആണ്, ഇത് ഫ്ലൂട്ട് ആണെന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് വായിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സംഗീത കോളേജിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഹാർമോണിയം ആയിരുന്നു തന്നിരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ടാണ് തമ്പുരു കിട്ടി തുടങ്ങി. ഇപ്പൊ ഹാർമോണിയത്തിന്റെ ശബ്ദവും മനുഷ്യന്റെ ശബ്ദവുമായിട്ട് വളരെ ബന്ധങ്ങളുള്ളതാണ്. അതുകൊണ്ടായിരുന്നു ആദ്യകാലങ്ങളിലുള്ള കച്ചേരികളിലൊക്കെ വയലിന് പകരം ഒരുപാട് കാലം ഹാർമോണിയം ഉപയോഗിച്ചിരുന്നു, വീണയും ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ഹാർമോണിയം ഉപയോഗിക്കുന്ന കച്ചേരികൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി കച്ചേരികൾക്കാണ്. ഭജൻസിന് ഉപയോഗിക്കുന്നു, ഹിന്ദുസ്ഥാനി കച്ചേരികൾക്ക് ഉപയോഗിക്കുന്നു. ഈ ഹാർമോണിയത്തില് സിംഗിൾ റീഡ്, ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ്, ഫോർ സെറ്റ്, ഇങ്ങനെ 4 തരം ഹാർമോണിയമാണ് സാധാരണ ഗതിയിലുള്ളത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഭവമുണ്ട്. മധുര പൊന്നയ്യ എന്നൊരു ഹാർമോണിയം മാനുഫാക്ചർ, പുള്ളി വലിയ പാട്ടുകാരനുമായിരുന്നു. ഗമക ഹാർമോണിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ പാടുമ്പോൾ വയലിനും വീണയൊക്കെ വായിക്കുന്നത് പോലെ ഗമക പ്രാധാന്യത്തോടു കൂടിയുള്ള ഹാർമോണിയം ഉണ്ടാക്കിയതായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്ന സമയം, ഞാനിവിടെ ഹാർമോണിയം ഉണ്ടാക്കുന്നത് പൊതുവെ സിംഗിളും ഡബിളും ത്രിബിളുമാണ്. സിംഗിൾ റീഡ് ഹാർമോണിയം എന്ന് പറഞ്ഞാൽ ഒരു ലൈനില് ഒറ്റ സെറ്റ് റീഡ് മാത്രമേ കാണൂ. പണ്ട് കാലത്ത് പാരീസ് റീഡ് കിട്ടുമായിരുന്നു, ജർമ്മൻ റീഡ് കിട്ടുമായിരുന്നു. അതൊക്കെ വളരെ നാദമുള്ളതായിരുന്നു. അത്രയും വളരെ കൂടുതൽ നാദം, അത്രയും സുഖമൊന്നും നമ്മളെ ഇന്ത്യൻ റീഡിന് വരുന്നില്ല. ഇന്ന് ഈ ഹാർമോണിയത്തിന് റീഡ് ഉണ്ടാക്കുന്ന പാലിറ്റാന എന്നുള്ളൊരു ഗുജറാത്തിലുള്ളൊരു കൊച്ചു ഗ്രാമത്തിലാണ്. മെറ്റലിന്റെ പണി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് പാലിറ്റാന ഗ്രാമം. പാലിറ്റാന റീഡ്സിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വളരെ അന്നത്തെ പഴയ ആ ജർമ്മൻ റീഡുമായിട്ട് ഏകദേശം സാമ്യമുള്ള റീഡുകളാണ് പാലിറ്റാന റീഡ്സ്. ആ പാലിറ്റാന റീഡ്സ് വെച്ച് നമ്മളിപ്പോൾ ഒരു സിംഗിൾ റീഡ് ഹാർമോണിയം ഉണ്ടാക്കിയാൽ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ നല്ല വിലയാണ്. ഒരു സെറ്റ് റീഡിന് ഏകദേശം 8500 സംതിങ് ഇപ്പോഴും ഒരു സെറ്റ് റീഡിനുണ്ട്. ഒരു സിംഗിൾ റീഡ് പെട്ടി അത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ മുതലാവാത്തൊരു കാലമാണ്. അപ്പൊ ഒരു സിംഗിൾ പെട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 37 കട്ടകളായിരിക്കും അത് വരുന്നത്. അതായത് 3 സ്ഥായി, ഒരു സ്ഥായിയിൽ 12, 13 36, 1 അവസാനം ഒരു സായും കൂടെ, ഒരു ഷഡ്ജവും കൂടെ ചേർത്തിട്ട് 37 കീസ് കാണും. ഡബിൾ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ 37 നിർത്താറില്ല. അതിന്റെ കൂടെ ഒരു 5 കീസും കൂടെ ഇട്ട്, അല്ലെ ഒരു 6 കീസോ 7 കീസോ ഇട്ടിട്ട് 3.25 ഒക്ടോയും 3.5 ഒക്ടോയും ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഡി ഡബിൾ ഏകദേശം 30 കീസ് ഇതിനുള്ളൂ. അരപ്പെട്ടി, മുക്കാപ്പെട്ടി എന്നൊക്കെ പറയും. ഇതും ഡബിൾ റീഡ് ഹാർമോണിയം. ഇത് വന്നിട്ട് ത്രിബിൾ റീഡ് ഹാർമോണിയാണ്. ഒരു ലൈനിൽ 3 സെറ്റ് റീഡ് കാണും. അതായത് ഒരു ബേസ്, ഒരു മെയില്, ഒരു ഫീമെയില്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസും 2 മെയിലും. പക്ഷെ ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഡബിൾ റീഡ് ഹാർമോണിയം ചെയ്യുമ്പോൾ ഒരു ഫീമെയിലും ഒരു ബേസും കൂടെ ഇട്ട ഹാർമോണിയം ആയിരിക്കും കുറച്ചുകൂടെ ഫീൽ ഉള്ളത്. യഹൂദി മൻഹീൻ നമ്മുടെ KS നാരായണസ്വാമി സാറിന് പണ്ട് സമ്മാനമായിട്ട് കൊടുത്തൊരു ഹാർമോണിയം ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജർമ്മൻ റീഡാണ്, ജർമ്മൻ ജൂബിലറ്റ് റീഡ്. അതിൽ ഒരു സെറ്റ് ജർമ്മൻ ബേസും ഒരു സെറ്റ് ജർമ്മൻ ഫീമെയിലും. ഭയങ്കര സുഖമാണ് അത് കേൾക്കാൻ. ഇപ്പൊ അതില് വരുന്ന നമ്മുടെ ഇപ്പം പ്രധാനമായിട്ടും ചെയ്യുന്നത് ട്രിപ്പിൾ റീഡൊക്കെ ചെയ്യുമ്പോൾ മെയില്, ബേസ്, ഫീമെയിൽ ചെയ്യുന്നു. ഈ ഹാർമോണിയം എന്ന് പറയുന്നത് സ്കെയിൽ ചേഞ്ച് കൂടെ ചെയ്യാം.
ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. സിംഗിൾ റീഡ് ഹാർമോണിയത്തിന്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ള കാണണ്ടേ? ഇതാണ് സിംഗിൾ റീഡ് ഹാർമോണിയത്തിന്റെ ഉൾഭാഗം. ഇവിടെ ഒരു സെറ്റ് റീഡ് മാത്രമേ കാണുള്ളൂ. ഇതൊരു പഴയ സിംഗിൾ റീഡ് ഹാർമോണിയമാണ്. ഞാനിപ്പോ സിംഗിൾ റീഡ് ഹാർമോണിയം അധികം ഉണ്ടാക്കുന്നില്ല. ഇത് നേരത്തെ പണ്ട് എപ്പോഴും ഉണ്ടാക്കിയ ഒരു ഹാർമോണിയത്തിന്റെയാണ്. അപ്പൊ ഒരു സെറ്റ് റീഡ് മാത്രമേ കാണൂ റീഡ് ബോർഡിൽ. ഓക്കെ, ദെൻ നമുക്ക് ഡബിളിലോട്ട് പോകും. അതുപോലെ ഇത് ഡബിൾ റീഡ് ഹാർമോണിയം. ഈ ഡബിൾ റീഡ് ഹാർമോണിയത്തില് അതിന്റെ ഉൾഭാഗത്ത് നമുക്ക് സിംഗിളിന്റെ അതേ സ്ഥാനത്ത് രണ്ട് സെറ്റ് റീഡ് വരും. അതായത് ഒരു സെറ്റ് ബേസ്, താഴെ ബേസ് റീഡും വരും, തൊട്ട് മുകളിലായിട്ട് മെയിൽ റീഡും വരും. അപ്പൊ ഇത് ശരിക്കും ഈ ഫസ്റ്റ് ഒക്ടോ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സി ആയിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ ഈ എൻഡ് ശരിക്കും ഇവിടെയുള്ള സി എ ഉണ്ടാവുള്ളൂ. ഈ സിന്ന് ബാക്കിയായിരിക്കും ഇവിടെ വരിക. അപ്പൊ ടോട്ടലായിട്ട് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ഒരു ബേസ് വോയിസും ഒരു മിഡിൽ വോയിസും കൂടെ ഒരുമിച്ച് വരിക. ചില ഹാർമോണിയത്തില് കലയ്ക്കും ഒരു റീഡ് ഒരല്പം കലച്ചിടും. അതിനെ അക്കോർഡിയം പെട്ടി എന്നൊക്കെ പറയും. പണ്ട് ബാലയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന അക്കോർഡിയം ഹാർമോണിയം എന്ന് പറയും. ഭയങ്കര സുഖമാണ്. ഒരു ലേശം കലച്ചിട്ടേക്കും. ശരിക്കും പറഞ്ഞാൽ അപസ്വരം. അങ്ങനെ ഒന്ന് കലച്ചിട്ടേക്കുമ്പോഴത്തേക്ക് രണ്ട് റീഡും കൂടെ കേൾക്കാൻ ഒരു പ്രത്യേക ഒരു മാച്ചിങ്. ഡബിൾ റീഡ് ഹാർമോണിയത്തിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ റീഡ്സ് വരുന്നത്, വെർട്ടിക്കൽ റീഡ്സ് വരുന്നത്, സ്റ്റിക്ക് കീസ് വരുന്നത്, അങ്ങനെ പല രൂപത്തിലുണ്ട്. അതിൽ ആദ്യം നമ്മൾ കാണിച്ച ഡബിൾ റീഡ് ഹൊറിസോണ്ടൽ കീസാണ്. ഹൊറിസോണ്ടൽ കീസാണ് പ്ലെയിൻ, ഹൊറിസോണ്ടൽ റീഡ്സും പ്ലെയിൻ കീസുമാണ്. ഇപ്പൊ അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെർട്ടിക്കൽ റീഡ് ബോർഡിലുള്ള ഡബിള്, അത് സ്റ്റിക്ക് കീസും ആയിരിക്കും. ഇതിലെല്ലാത്തിലും ഞങ്ങളുടെ പ്രണവം എന്നുള്ള മാനുഫാക്ചർ നെയിം ഇതിനകത്തൊക്കെ ഉണ്ടാകും. ഇല്ലാത്ത പെട്ടികളൊന്നും ഇല്ല നമുക്ക്. അപ്പൊ ഇതിനെയാണ് സ്റ്റിക്ക് കീസ് എന്ന് പറയുക. ഒരു കട്ടയുടെ അടിയിൽ വേറൊരു കീ വന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് റീഡും ഒരുപോലെ ഇങ്ങനെ തുറക്കും. ഈ കട്ടയിൽ നിന്ന് രണ്ട് റീഡും ഒരേപോലെ തുറക്കുമ്പോഴത്തേക്ക് ആ കേൾക്കുന്ന ടോൺ വളരെ ബോൾഡായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ആ വെർട്ടിക്കൽ റീഡ് ബോർഡ് എന്താണെന്നും കൂടെ ഞാൻ കാണിക്കും. ഇതാണ് വെർട്ടിക്കൽ റീഡ് ബോർഡ്. ഒരു വെർട്ടിക്കൽ റീഡ് ബോർഡും ഒരു ഹൊറിസോണ്ടൽ റീഡ് ബോർഡും. ഇത് വന്നിട്ട് ബേസ് ആയിരിക്കും. ഇത് മൊത്തം ബേസ് റീഡ്സ് ആണ് പോകുന്നത്. ഇത് മെയിൽ റീഡ്സ്. മെയിൽ റീഡ്സ് വെർട്ടിക്കലായിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതിന്. ഇത് ഫുള്ളായിട്ട് തേക്ക് തടിയിൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോ അടുത്ത് നമുക്ക് ട്രിപ്പിൾ റീഡിലോട്ട് പോകും. കാഴ്ചയ്ക്ക് ഏകദേശം ആ ഡബിൾ റീഡ് പോലെ തന്നെയൊക്കെ ഇരിക്കുമെങ്കിലും അകത്ത് ഉള്ള റീഡ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഇത് അതിന്റെ കീയുടെ അടപ്പ്. അത് കഴിഞ്ഞാല് ഞങ്ങളുടെ സിമ്പിളോട് കൂടിയ ടോപ്പ്. അത് കഴിഞ്ഞാല് സ്റ്റിക്ക് കീസ്. ഇതിനൊക്കെ വിഷറി ബെല്ലോസ് എന്നൊക്കെ നമ്മൾ പറയുന്ന 7 ഫോൾഡ് ബെല്ലോസ് ആണ് ഇതിലൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അതാകുമ്പോഴത്തെ എയർ കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് എയർ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. ഇതും ഇതുപോലെ മക്കിടി ഉപയോഗിച്ചുള്ള ക്ലിപ്പുകളാണ്. ഇതിന്റെ ഉൾഭാഗത്ത് നമുക്ക് 3 സെറ്റ് റീഡ് കാണാം. ഏറ്റവും അടിയിലുള്ള ഹൊറിസോണ്ടൽ റീഡ്സ് ബേസും, അത് കഴിഞ്ഞിട്ടുള്ള മെയിൽ വെർട്ടിക്കലും, ഫീമെയിൽ 3/4 ഭാഗത്തോളം, അതായത് 2.25 ഒക്ടോ വരെ വെർട്ടിക്കലും, ബാക്കി വന്ന് ഹൊറിസോണ്ടലുമായിട്ടാണ് പോകുന്നത്. എങ്കിലേ അതിന്റെ നാദം കൃത്യമായിട്ട് നമുക്ക് ധ്വനിപ്പിക്കാൻ ഒക്കുള്ളൂ. ഈ 3 സെറ്റ് റീഡ് വെച്ചുള്ള ഹാർമോണിയം സംഗീത സംവിധായകരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്കൊക്കെ ജസ്റ്റ് ഹാർമോണിയം എടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു 10 വരി കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോഴും പാട്ട് വരും എന്നാ പറയുന്നത്. അത്ര സുഖമാണ് ത്രിപിൾ പെട്ടി. ത്രിപിൾ പെട്ടി ഉണ്ടാക്കിയെടുക്കുന്ന വളരെ കുറച്ച്, പ്രത്യേകിച്ച് ഈ വെർട്ടിക്കൽ റീഡ് ബോർഡ് ചെയ്തെടുക്കുന്ന ഒത്തിരി ദുഷ്കരമാണ്. മിനിമം ഒരു 10-30 ദിവസം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഹാർമോണിയം ചെയ്തെടുക്കാൻ പറ്റും. ഈ ത്രിപിളിൽ തന്നെ വേറൊരു പുതിയ മോഡലും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ത്രിപിൾ റീഡ് ഹാർമോണിയത്തില് ഒരു നൂതനമായിട്ടുള്ളൊരു സംഭവമാണ് മടക്ക് വെട്ടി, ഷൂട്ട് കേസ് ഹാർമോണിയം എന്നൊക്കെ പറയുന്ന
ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ചെറുതാക്കി വെക്കാവുന്ന ഒരു ഹാർമോണിയാണ്. എന്നാൽ ത്രിബിൾ റീഡ് അതിനകത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതിന്റെ അടപ്പാണ് മാറ്റിയത്. അതിനുശേഷം ഇതിനെ നമുക്ക് ഉയർത്തിയെടുക്കാം. നേരത്തെ കണ്ട ത്രിബിൾ റീഡ് ഹാർമോണിയത്തിൽ പോലെ തന്നെ ഇതിന്റെ കീസിനൊരു അടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രണവം മുദ്രണം ചെയ്ത അതിന്റെ അടപ്പ്. ഇതിന്റെ കീസിനൊരു വളരെ പ്രത്യേകതയുണ്ട്. മറ്റ് ഹാർമോണിയത്തിലുള്ളത് കണക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് സ്പ്രിങ് ഉണ്ടാകുകയില്ല. സ്പ്രിങ് ഇതിന്റെ മുകൾ ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇതുപോലെ സ്കെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ സ്കെയിൽ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ കപ്ലർ ഇവിടെ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അടുത്ത കീ വർക്ക് ചെയ്യും. അതാണ് കപ്ലർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കപ്ലർ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിലും സ്കെയിൽ ചേഞ്ച് ഇതുപോലെ സ്കെയിൽ ചേഞ്ച് ചെയ്യണമെങ്കിലും മുകളിൽ സ്പ്രിങ് വെച്ചാൽ പറ്റുകയില്ല. അതുകൊണ്ട് ഇതിന്റെ സ്പ്രിങ് എല്ലാം ഉൾഭാഗത്താണ് പോകുന്നത്. ഇതിനെ സാധാരണ സ്കെയിൽ ചേഞ്ചിന് ഒരു കള്ളപ്പെട്ടി എന്നൊക്കെ പറയും. ചിലർക്ക് ഏതെങ്കിലും ഒരു സ്കെയിലിൽ മാത്രമേ വായിക്കാൻ പറ്റൂ. ഇതിപ്പോ സിക്ക് മാത്രം ഞാൻ പഠിച്ചു വെച്ചേക്കുന്നു. എനിക്ക് സി ഷാർപ്പിന് വായിക്കണമെങ്കിൽ എടുത്ത് സി ഷാർപ്പിലോട്ട് വെച്ചാൽ ഇതിപ്പോ ഈ പോയിന്റ് സി ഷാർപ്പിൽ ഒന്ന്. ഇപ്പൊ വായിക്കുന്ന എല്ലാം സിയിൽ വായിച്ചാൽ മതി. കേൾക്കുന്ന എല്ലാം സി ഷാർപ്പിൽ കേൾക്കും. അടുത്ത ഡിയിലാണ് അടുത്ത പാട്ടെങ്കിൽ ഇതിനെ തള്ളി ഡിയിലോട്ട് വെച്ചു കൊടുത്താൽ ഈ പോർഷൻ ഡിയിലോട്ടാക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ സിക്ക് വായിച്ചാൽ മതി. സിക്ക് വായിക്കുമ്പോൾ കേൾക്കുന്നത് ഡിക്ക് കേൾക്കും. ഇതാണ് സ്കെയിൽ ചേഞ്ച് ഹാർമോണിയത്തിന്റെ പ്രത്യേകത. പണ്ടത്തെ ഈ സ്കെയിൽ ചേഞ്ചിങ്ങിനെയാണ് ഇപ്പോഴ് കീബോർഡിലൊക്കെ ട്രാൻസ്പോസ് ചെയ്ത് വായിക്കുക എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ സ്കെയിൽ ചേഞ്ച് ചെയ്ത് വായിക്കുന്ന പറയും, ഇപ്പൊ ട്രാൻസ്പോസ് ചെയ്ത് വായിക്കുന്ന പറയും. അത് ഹാർമോണിയത്തിൽ, ഇപ്പൊ കീബോർഡിൽ. അതൊക്കെയാണ് അതിന്റെ വ്യത്യാസങ്ങൾ. ഞാനിവിടെ ചെയ്യുന്ന ഹാർമോണിയത്തില് ഏറ്റവും ടോപ്പ് ഹാർമോണിയമാണ് ഈ കാണുന്നത് ത്രിബിൾ റീഡ്. ഞാൻ ഫോർസെറ്റ് ഞാനിവിടെ ഇപ്പൊ ചെയ്യുന്നില്ല. കുറച്ചു കാലമായിട്ട് അങ്ങനെ ഫോർസെറ്റ് ചെയ്യാനൊരു താല്പര്യം വരുന്നില്ല. ഇതിന്റെ ഉത്ഭാവം കൂടെ കാണിച്ചുതരാം. റീഡ് എങ്ങനെയായിരിക്കുന്നത് കാണണ്ടേ. ഇതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു സെറ്റ് ബേസും ഒരു സെറ്റ് മെയിലും ഒരു സെറ്റ് ഫീമെയിലുമാണ്. അത് മെയിലും ഫീമെയിലും നേരത്തെ കണ്ടതുപോലെ തന്നെ വെർട്ടിക്കൽ റീഡ്സ് ആണ്. ഇത് പൂർണ്ണമായിട്ടും തേക്ക് തടി ചെയ്യുകയോ മഹാഗണി ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഹാർമോണിയത്തിന്റെ നാദം കുറെ കൂടെ സുഖകരമായിട്ട് കിട്ടുന്നത്. വീണയും തമ്പുരും ഒക്കെ പ്ലാമരത്തിൽ ചെയ്യുന്നു. ഹാർമോണിയം പ്ലാവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സുഖം കിട്ടത്തില്ല. തേക്കിലോ മഹാഗണിയിലോ ചെയ്താൽ നമുക്ക് ഈ ഒരു സുഖം കിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ സ്റ്റോപ്പേഴ്സ് എങ്ങനെയാണെന്നും കൂടെ കാണും. നമ്മൾ ഈ ബെല്ലോസ് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ വാൽവ് വഴി കയറുന്ന കാറ്റ് ഈ ചെറിയ ഒരു സുഷിര ഇവിടെ ഇതിനകത്തുണ്ട്. അത് അവിടെ ഉണ്ടാകും ഒരു വാൽവ്. ഈ വാൽവ് വഴി ഇതിനകത്തൊരു ബെല്ലോസ് ഉണ്ട്. ഈ ബെല്ലോസിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ വാൽവ് വഴിയാണ് ഇതൊക്കെ തുറക്കുന്നത്. ഫസ്റ്റ് വാൽവ് തുറക്കുമ്പോൾ ഇത് നമ്മുടെ ബേസ് റീഡിന്റെ സെക്ഷൻ തുറക്കും. സെക്കൻഡ് വാൽവ് തുറക്കുമ്പോൾ ഫീമെയിൽ സെക്ഷന്റെ തുറക്കും. തേർഡ് വാൽവ് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൽ സെക്ഷൻ തുറക്കും. ഇങ്ങനെ 3 സെക്ഷൻ ഇങ്ങനെ തുറന്ന് വരുമ്പോഴാണ് ത്രിബിൾ റീഡ് ഹാർമോണിയമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. പൊതുവെ ഹാർമോണിയത്തിനെ കുറിച്ചുള്ള എല്ലാം ആയി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ സിംഗിളായി, ഡബിളായി, ത്രിബിളായി, ത്രിബിളിന്റെ വകഭേദങ്ങളായി എല്ലാം ആയി. പക്ഷെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. അതിന് കൃത്യമായ മറുപടിയും തരാം. അത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റായിട്ട് നിങ്ങൾക്ക് അത് പ്രതികരിക്കാം. നിങ്ങൾക്ക് ഓക്കെ. നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി അടുത്തൊരു ഇൻസ്ട്രുമെന്റുമായിട്ട് കാണാം. ബൈ.